സ്ഥാപനം ഇവിടെ നിലനിന്നു പോകുന്നതിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെയും നീ പരാജയപ്പെടുത്തില്ല അല്ലാഹ്. സ്ഥലം വാങ്ങുന്നതിലേക്കെല്ലാം ഒരുപാട് ആളുകൾ അകമഴിഞ്ഞ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. അവരുടെ കയ്യിൽ ഒരുപാട് ഉണ്ടായിട്ടല്ല എങ്കിലും നിന്റെ ദീനി സ്ഥാപനത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ മഹല്ലിന് വേണ്ടിയാണെന്നുള്ള നെയ്യത്തോടു കൂടിയാണ് സ്വീകരിക്കണം അല്ലാഹ്. കബൂലാക്കണം അല്ലാഹ്. ഒന്നും പാഴാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കണം അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചെറിയ ജലദോഷമുണ്ട്, അതുകൊണ്ട് സൗണ്ട് ഒരു പതിഞ്ഞ സൗണ്ടിലെ കേൾക്കുള്ളൂ. ഇന്ത്യ രാജ്യം വളരെ അടിമസമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം മറന്നു കാണും, 2026 പുറത്തിറക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക ക്യാൻസൽ ചെയ്ത് 2002 പ്രാബല്യത്തിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക അനുസരിച്ചാണ് ഇപ്രാവശ്യം വോട്ടും അതുപോലെ തന്നെ വോട്ടർ ലിസ്റ്റിൽ അനുസരിച്ചുള്ള ലിസ്റ്റുകളാണ് വരാൻ പോകുന്നത്. അല്ലാഹു തആല ഇതിന്റെ പിന്നിൽ എന്ത് നിഗൂഢതകളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ലോക മുസ്ലിമീങ്ങളെയും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെയും സലാമത്താക്കുമാറാവട്ടെ. ദശലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾക്കാണ് ആസാമിൽ നടപ്പാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ബീഹാറിലും സമാനമായ അവസ്ഥ തന്നെയാണ്. ദശലക്ഷക്കണക്കിനായ മുസ്ലിമീങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ മുമ്പൊരിക്കൽ നടപ്പാക്കാൻ വേണ്ടി വന്നിരുന്ന പൗരത്വവും NRCയും CCAയും എല്ലാം സിറ്റിസൺ അമെൻഡ്മെന്റ് ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ രാജ്യത്തെ പൗരന്മാരെ രണ്ടാക്കി തിരിക്കാനുള്ള 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചട്ടം കെട്ടി അവർ മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ നല്ല ശികാന്തം എതിർത്തു. 1-2 സംസ്ഥാനങ്ങളിൽ അത് പൂർവാധികം അവരാഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ അത് നടപ്പാക്കുകയും അവിടെ ജയിലുകൾ പണിത് പൗരന്മാരല്ലാത്തവരെ തെളിയിക്കാൻ പറ്റാത്തവരെ അതിനകത്ത് പിടിച്ചിടുകയും ചെയ്തു. ഇനി അവർ നോക്കുമ്പോൾ ഇവിടെയുള്ള ഒരു നാരായ പേര് എന്ന് പറഞ്ഞാൽ PM ശ്രീ എന്ന് പറയുന്ന ഒരു കേന്ദ്രീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇതുവരെ ഇന്ത്യ രാജ്യത്ത് നടന്നിരുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്കും കുടിയതായ അതിന്റെ ഒരു കെട്ടുറപ്പിന്റെ അടിയിൽ കടാര കെട്ടുന്ന ഒരു പ്രവണതയാണ് ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ നയത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും മുസൽമാനാണെന്ന നിലക്കും ഇന്ത്യ രാജ്യത്തെ പൗരനെന്ന നിലക്കും ഇൻഷാ അല്ലാഹ് ഇതിനെല്ലാം നമ്മൾ ക്ഷമയോടെ നേരിടുകയും കൈകാര്യം ചെയ്യുകയും ക്ഷമയോടെ തന്നെ ഈ പ്രവണതയെയും നമ്മൾ അതിജയിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ നവംബർ 4 നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലൂടെ വരും വളരെ സുതാര്യമായി നടപ്പിലാക്കുന്ന ഒരു വോട്ടർ പട്ടികയാണ് നമുക്ക് മുന്നിൽ ഒരുങ്ങാൻ പോകുന്നത്. 11ഓളം രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. അതിന്റെ ഏതെങ്കിലും വിധത്തിൽ ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിലില്ല എങ്കിൽ അതിനെല്ലാം കൃത്യമായ ഇടപെടലുകളും കൃത്യമായ വിഘ്നങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ആദ്യമായി തന്നെ നിങ്ങളോട് ഉണർത്തുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഘ്നങ്ങളും എല്ലാ സംവിധാനങ്ങളും ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ചട്ടക്കൂട്ടെന്താണ് അവർ തട്ടിക്കൂട്ടിയെടുക്കുന്ന ഈ വോട്ടർ പട്ടിക ലിസ്റ്റില് നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ ഉണ്ടെന്നും നമ്മുടെ പൂർവികരുടെ പേരുകൾ എല്ലാം ഉണ്ടെന്നും ഉറപ്പുവരുത്തിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് ഇതിന്റെ പട്ടികകൾ തയ്യാറാക്കാൻ. ഇതിനെക്കുറിച്ച് 2 ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒരാളെ വോട്ടായി അംഗീകരിക്കുന്നതിനുള്ള രേഖയിൽ ആധാർ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? വോട്ടറായി ഒരാൾ അംഗീകരിക്കുന്നതിനുള്ള വോട്ടവകാശം അംഗീകരിക്കുന്നതിനുള്ള രേഖയായിട്ട് എന്തുകൊണ്ടാണ് ആധാർ നിങ്ങൾ സ്വീകരിക്കാത്തത്? അതിന് ഉത്തരം പറഞ്ഞത് ആധാർ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ല എന്നാണ്. ആധാർ നിങ്ങളുടെ പൗരത്വം തെളിയിക്കുന്നതിനുള്ള എന്താണ് രേഖയല്ല. രണ്ടാമത്തെ ചോദ്യം, 2 ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ എന്നിവയോടൊപ്പം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് സംസ്ഥാനമാണ് ആസാമും. എന്നിട്ട് അവിടെ SIR ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു.
ഉത്തരം പറയുകയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പൗരത്വ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിനാൽ ഇനി വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടതില്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ അവിടെ ആസാമിൽ ഇത് നടപ്പാക്കിയത് ഈ പറഞ്ഞ വോട്ടർ പട്ടിക പുതുക്കിയതിന്റെ പേരിലാണ് അവിടെ പൗരത്വം നടപ്പിലാക്കിയത്. ദശലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് വോട്ട് നിഷേധിക്കപ്പെട്ട് പൗരത്വം തെളിയിക്കാൻ പറ്റാത്ത വോട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യ രാജ്യത്ത് പൗരനായിട്ട് വലിയ കാര്യമില്ലല്ലോ. ക്ഷമയോടെ അതിനെ നേരിടാനുള്ള കരുത്ത് നമുക്ക് വരുമാറാവട്ടെ. ആർജവത്തോടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇവര് വരുമ്പോ കാര്യമായി മുതൽ നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ വീടുകളിലൂടെ ഇവര് വരും. 2,78,00,000 കോപ്പികളാണ് ഇതിന്റെ ഫോമുകൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിലൂടെയും ആശാവർക്കർമാരും സ്കൂൾ അധ്യാപകരും ടീച്ചേഴ്സും എല്ലാം നമ്മുടെ വീടുകളിലൂടെ വരുമ്പോൾ നമ്മുടെ ഭാര്യമാരോടും സഹോദരിമാരോടും ഉമ്മമാരോടും പറയുക, നിങ്ങളുടെ എല്ലാ രേഖകളിലെയും അസലായിട്ടുള്ള ഒറിജിനൽ കോപ്പി തന്നെ എടുത്ത് ഭദ്രമായി എടുത്തു വയ്ക്കാൻ പറയണം. ആധാരം, മുന്നാധാരം, തരം തീർത്ത രസീത്, അതുപോലെ വോട്ടർ ഐ ഡി, ആധാർ കാർഡ്, അതിന്റെ പിന്നെ അതുപോലെ ജനന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ എന്ന് വേണ്ട പാസ്പോർട്ട്, ലൈസൻസ്, എന്തെല്ലാം രേഖകൾ നമ്മുടെ കയ്യിലുണ്ടോ എല്ലാം വന്നിരിക്കുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടാതെ സാവകാശം ക്ഷമയോടെ അവകളെ കാണിച്ചു കൊടുക്കാനും നമ്മുടെ എല്ലാം വോട്ട് അതിന് വളരെ സുരക്ഷിതമാണെന്ന് തെളിയിക്കാനും നമ്മുടെ എല്ലാം മനുഷ്യന് കൊടുത്ത ബുദ്ധിയാണ് ഒരു മനുഷ്യനെ മറ്റു ജീവദാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്നത്. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന യുദ്ധമാണ് ഒരു ശരീരം. എല്ലാ മനുഷ്യ ശരീരങ്ങളും തിന്മയോടാണ് അവനോട് കൽപ്പിക്കുന്നത്, നിർദ്ദേശം കൊടുക്കുന്നത്. എല്ലാ ശരീരങ്ങളും സ്വശരീരം തന്നെ അവനോട് കൽപ്പിക്കുന്നത്. ഇന്ന കാര്യങ്ങൾ നീ ചെയ്യുക, നിഷിദ്ധമായതാണ്, അത് ഹറാമായതാണ്. അങ്ങനെ മോശമായത് ചെയ്യാനാണ് നിന്റെ ശരീരം നിന്നോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ശരീരത്തിനോട് യുദ്ധം ചെയ്യണേ. നോമ്പൊക്കെ നമുക്ക് ഒരുപാട് പരിചയമാണ്. തെറ്റുകളിൽ നിന്നെല്ലാം മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന മഹാപരിചയമാണ് നോമ്പ്. ഈ നോമ്പ് പോലെ മനുഷ്യ ശരീരത്തിനെ വഴികൊണ്ടാണ് വഴികേടിലെ ഇബ്ലീസ് എന്ന് പറയുന്ന സാക്ഷാൽ ലഅനത്തുല്ലാഹിയായ ഇബ്ലീസ് ഖിയാമത്ത് നാൾ വരെ അവൻ എന്താണ് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ശത്രുക്കൾ നമ്മിൽ നിന്നും പലതും തട്ടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോ അവകളൊന്നും നീങ്ങിപ്പോയിരുന്നെങ്കിൽ, അവകളൊന്നും കള്ളം കൊണ്ടുപോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവകളെല്ലാം ഒന്ന് നശിച്ചു പോയെങ്കിൽ എന്നൊക്കെ നമ്മുടെ ശത്രുക്കളെ കുറിച്ച് നമ്മൾ ഓർക്കും. രാജ്യം, സമ്പത്ത്, ശരീരം മാത്രമല്ല നമ്മുടെ ബുദ്ധിയും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ശരീരവും സമ്പത്തും നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ ഗൗരവമേറിയ കാര്യമാണ് നമ്മുടെ മനസ്സിന്റെ ബുദ്ധിയെ തട്ടിയെടുക്കുക എന്നത്. എന്റെ ബുദ്ധി ഒരാൾ കവർന്നെടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സമ്പത്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, എന്റെ വീട് കൊണ്ടുപോകാം, എന്റെ വാഹനം കൊണ്ടുപോകാം, എന്റെ എന്തെല്ലാമോ ഉണ്ടോ അതെല്ലാം ഭൗതികമായി എനിക്ക് നമ്മുടെ കിട്ടിയത് എല്ലാം തന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്റെ ബുദ്ധി എങ്ങനെ കൊണ്ടുപോകും? എന്റെ ബുദ്ധിയെ എങ്ങനെയാണ് മറ്റൊരാൾ മോഷ്ടിക്കുക? ഞാൻ ബൈഹാത്താക്കി വെച്ച എന്റെ മെമ്മറിയിലുള്ള തലച്ചോറിലുള്ള എന്റെ അറിവുകളെ എങ്ങനെയാണ് മറ്റൊരാൾ ചോർന്നു കൊണ്ടുപോവുക? നോക്കൂ, നമ്മുടെ മനസ്സാരാണോ നിയന്ത്രിക്കുന്നത് അതിനനുസരിച്ച് ശരീരവും സമ്പത്തും പ്രവർത്തിക്കും. നമ്മുടെ അകത്ത് തന്നെ ശത്രുവിനെ കടന്നുകൂടാൻ കഴിയുന്നതാണ്. ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇബ്ലീസ് വന്ന രൂപം മുഴുവനും ഇങ്ങനെ വാച്ച് ചെയ്തു. എല്ലാ രാജ്യത്തു നിന്നും ആദം
നബിയെ മണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ പടച്ചിങ്ങനെ കിടത്തിയപ്പോ രൂഹ് ഊതുന്നതിന് മുന്നേ ഇബ്ലീസ് വന്ന ആ രൂപത്തിന് ചുറ്റും ഇങ്ങനെ ഒന്ന് നോക്കി. ഇബ്ലീസ് മനസ്സിലാക്കി മനുഷ്യനിൽ ദ്വാരങ്ങളുണ്ട്. തുറക്കപ്പെട്ട 5ഓളം ദ്വാരങ്ങളിലൂടെ എല്ലാ ശരീരത്തിന്റെ ഏത് കോണിലും സഞ്ചരിക്കാൻ ഇബ്ലീസിന് ആവുമെന്ന് അവൻ മനസ്സിലാക്കി. മനുഷ്യനെ വരെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇബ്ലീസിനെ നമ്മുടെ ഹൃദയമാണ് കീഴടക്കേണ്ടത്. അതിനാണ് വസ്വാസം എന്ന് പറയുന്നത്. ചില മനുഷ്യന്മാരെ വസ്വാസം കൊണ്ട് പിടികിട്ടി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിനായ തമ്പുരാൻ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ നെയ്യത്ത് ചിലപ്പോൾ ശരിയായിട്ടില്ല. ചിലപ്പോൾ ഫാത്തിഹയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആയത്താണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അപ്പുറം ഇപ്പുറം ആൾക്കാരുടെ നിസ്കാരമൊക്കെ പൈസ ചങ്ങായി എപ്പോഴും എന്നുള്ളൊരു ചിന്ത വരും. ഒന്നുകൂടെ അങ്ങനെ തന്നെ ഇത് കഴുകിയത് ശരിയായോ, അല്ലെങ്കിൽ എന്റെ നെയ്യത്ത് ശരിയായോ, ഇങ്ങനെ വസ്വാസാണ്. ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ് മനുഷ്യന്റെ തലച്ചോറിലും അവന്റെ ഹൃദയത്തിലും കുടിയിരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ വസ്വാസിലാക്കുന്നത്. ഇത് ശരിയായില്ലോ, ചില ആളുകൾക്ക് കഴുകിയിട്ട് വൃത്തിയായിട്ടില്ല, ഒന്നുകൂടി കഴുകാൻ, അല്ലെങ്കിൽ കുളിച്ചിട്ട് വൃത്തിയായില്ല, ഒന്നും കൂടി പോയി കുളിക്കും. ഇങ്ങനെയുള്ള വസ്വാസം ഉണ്ടാക്കുന്നത് സാക്ഷാൽ ഇബ്ലീസ് മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസം ഉണ്ടാക്കുന്നതാണ്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതിനാണ് വസ്വാസ്. അതിലൂടെ സത്യത്തെ സത്യമല്ലാണ്, അതിലൂടെ സത്യത്തെ അസത്യമായും ചീത്തയെ നല്ലതായും തോന്നിപ്പിക്കും. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു പറയുന്നു, ഇബ്ലീസ് എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. സാക്ഷാൽ ഇബ്ലീസ് നല്ല കാര്യങ്ങൾ ചീത്തയായിട്ട് മനുഷ്യന് തോന്നിപ്പിക്കും, ചീത്തയായിട്ട് നല്ലതായിട്ട് തോന്നിപ്പിക്കും. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ, ശൈത്വാൻ നിങ്ങൾക്ക് ശത്രുവാണ്. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ഇബ്ലീസ് നിങ്ങളെ ക്ഷണിക്കുന്നത് നാശത്തിലേക്കാണ്, അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നാശത്തിന്റെ അഹങ്കാരായിട്ടാണ്. അതുകൊണ്ട് ഇബ്ലീസാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് കള്ള് കുടിക്കാം, അത് കുഴപ്പമില്ല, ചീട്ട് കളിക്കാം, ചൂതാട്ടം ചെയ്യാം, അതുപോലെ മോശമത്തരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യാം, അതെനിക്ക് അനുവദനീയമാണ് എന്ന് ഇബ്ലീസ് അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, ഇബ്ലീസിനെ പറ്റി പറയുന്നു, തെറ്റിദ്ധരിപ്പിക്കലിനെ പറ്റി പറയുന്നു. മറ്റൊരു എന്താണ് മറ്റൊരു ആയത്ത് നമുക്ക് നോക്കാം. അഫമൻ സയ്യന ലഹു സൂഅ അമലിഹി ഫറആഹു ഹസന ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദി മൻ യശാ ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം ഹസറാത് ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. ചില ആളുകള് മോശമായ അമൽ ചെയ്യും, എന്നിട്ട് അതിനെ അവൻ ബാധിക്കും, അതിനെ അവൻ വ്യാഖ്യാനിക്കും അത് നല്ലതായിട്ട്. അല്ലാഹുവാണ് മനുഷ്യനെ വഴികേടിലാക്കിയവനെ നേരെയാക്കുന്നവനിൽ അല്ലാഹു പ്രത്യേകിച്ചവരവൻ വഴികേടിലാക്കും. നിങ്ങൾ ചെയ്യുന്നത് എന്താണെങ്കിലും അല്ലാഹു സൂക്ഷ്മമായി അതിനറിയുന്നവനാണ്. നിശ്ചയമായും മനുഷ്യൻ ആദം സന്തതികൾ ചെയ്യുന്നതിനെ പറ്റി ഇങ്ങനെ നോക്കിയിരിക്കും, എന്തൊരു അമലാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ മുസ്ലിമോ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ നമ്മള് ഇന്ന് തൗബ ചൊല്ലിയൊക്കെ നാളെ എന്തെങ്കിലും നമ്മൾ
ഇന്ന് നമ്മൾ നല്ലൊരു 100 ഇസ്തിഗ്ഫാർ വെള്ളിയാഴ്ചയാണല്ലോ, ഒരു 1000 ഇസ്തിഗ്ഫാറും ഒരു 100 സ്വലാത്തും ഒരു 1000 തസ്ബീഹുകളൊക്കെ ചൊല്ലി തൗബയും ചൊല്ലി ഇന്ന് നിങ്ങൾ പോയിരിക്കെ നാളെ ഇബ്ലീസ് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പൈസ. ഇബ്ലീസിന്റെ ഒരു പ്രവർത്തനമാണ്. നന്മകൾ ചെയ്യുന്നവരെ അതിസൂക്ഷ്മമായി ഇബ്ലീസ് ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കൂ. എന്നിട്ടോ അവനെന്താണ് ദീനിന്റെ വിഷയത്തിൽ അവന്റെ പൂർവികരായ ചില ആളുകൾ ചെയ്ത അമലാണ് ചെയ്തതെങ്കിൽ അവനോട് പറയുന്നത് ഇത് ചെയ്യണ്ട, ഇത് നീ ചെയ്യണ്ട, ചെയ്തു കഴിഞ്ഞാൽ നീ നാശത്തിലാകുമെന്ന് പറഞ്ഞാൽ ആ ഇബ്ലീസിനോട് പടവെട്ടി സ്വന്തം ശരീരത്തിന്റെ മടി മാറ്റി വെച്ചുകൊണ്ട് അവൻ അതിനെ പോരാടി അവൻ പൂർണ്ണ മുസ്ലിമായിട്ട് തന്നെ നിലനിന്നാൽ അവനവല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇതുപോലെ തന്നെ മുസ്ലിമായ മനുഷ്യൻ അതുപോലെ തന്നെ അവൻ എന്താണ് ജിഹാദിന്റെ വഴിയിൽ പോകുന്നവരെ വഴിപിഴപ്പിക്കാൻ നോക്കും. യുദ്ധത്തിന് പോകുമ്പോൾ സഹാബികളെ വഴിപിഴപ്പിക്കാൻ നോക്കും. ഹിജ്റ പോകുമ്പോഴും ഇങ്ങനെ മുസ്ലിമായ മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അമലേതാണ്. അവിടെ എല്ലാം മനുഷ്യനെ ദുർബോധന നടത്തിക്കൊണ്ടിരിക്കും. മനുഷ്യ ഹൃദയം നന്മയാൽ സ്വാധീനിക്കപ്പെടണം, തിന്മയാൽ സ്വാധീനിക്കപ്പെടരുത്. മലക്കിന്റെയും ഇബ്ലീസിന്റെയും സ്വാധീനം ഹൃദയത്തിനുണ്ടാകും നബി തങ്ങൾ പറയുന്നു. മലക്കിന്റെ സാന്നിധ്യം, ഇബ്ലീസിന്റെ സാന്നിധ്യമാണല്ലോ. കാഴ്ചയിലെ മക്കൾക്ക് ഹജ്ജിന് പോകുന്നത് 3 രീതിയിൽ വിളിക്കുമ്പോൾ ഇബ്ലീസ് വിളിച്ച ഹജ്ജിന് പോകും, അതുപോലെ ജിബ്രീല് വിളിച്ച ഹജ്ജിന് പോകും, ഇബ്രാഹിം നബിയുടെ വിളി കേട്ട് ഹജ്ജിന് പോകും. 3 രീതിയിലും നമ്മൾ ഹജ്ജിന് പോകും. ഇബ്രാഹിം നബിയുടെ വിളി കേട്ട് ഹജ്ജിന് പോകുന്നവൻ നല്ല ഹജ്ജും ഉംറയും മക്ലിയായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് അവിടുന്ന് തിരിച്ചു വരും. ജിബ്രീല് വിളിച്ചിട്ട് പോകുന്നവൻ പരിശുദ്ധ ഹറമിലോ മദീനത്തോ എവിടെയെങ്കിലും കിടന്ന് മരണപ്പെട്ട് അവിടെ തന്നെ അടങ്ങും. സാക്ഷാൽ ഇബ്ലീസ് വിളിച്ച് ഹജ്ജിന് പോകുന്നവൻ അവിടെ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്ത് അവിടെ നാട്ടിൽ വന്ന എന്താണ് പണ്ടത്തേന് പിന്നത്തേന്ന് പറഞ്ഞ പോലെ നാട്ടിൽ വന്ന ഏറ്റവും വലിയ കരികടയായി മാറിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ ദുർബോധനം ചെയ്യുന്ന സാക്ഷാൽ ഇബ്ലീസ് മനസ്സിന് 2 അവസ്ഥയുണ്ട്. മലക്കാണ് അവന്റെ മനസ്സിന് നിയന്ത്രിക്കുന്നതെങ്കിൽ ഖൈറായ കാര്യങ്ങളിലേക്ക് അവൻ മടങ്ങുന്നതാണ്. സത്യത്തെ അവൻ സത്യമായി തന്നെ അംഗീകരിക്കുന്നതാണ്. നല്ലതാണ് അവനെ പ്രേരിപ്പിക്കുകയും അവൻ ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ, സുബ്ഹാനല്ലാഹ് പറയട്ടെ, അൽഹംദുലില്ലാഹ് പറയട്ടെ. ശത്രുവിൽ നിന്നുള്ള തോന്നലുണ്ടല്ലോ, ഹൃദയത്തിലുള്ള തോന്നൽ, അത് സാക്ഷാൽ ഇബ്ലീസിന്റെ തോന്നലാണെങ്കിൽ സത്യത്തെ അവൻ മറച്ചു വെക്കും. അതായത് സത്യത്തിലേക്ക് അവൻ അടുത്തു പോകും. തിന്മ ചെയ്തവന്റെ മനസ്സ് പുറത്തു പോകുന്നതാണ്. ഖൈറിനെ തൊട്ടവൻ പിന്തിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇങ്ങനെ തിന്മകളിലൂടെയാണ് അവൻ പോകുന്നതെന്ന് അവന് തോന്നിയാൽ അവസാനം വരെ ശപിക്കപ്പെട്ട ഖിയാമത്ത് നാൾ വരെ ശപിക്കപ്പെട്ട പിശാചിനോട് അവൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കട്ടെ. നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്റെ 2 അവസ്ഥയാണ്. കൽബ് മലക്ക് നിയന്ത്രിക്കുമ്പോൾ അവന് വേറെ ഒന്നിലേക്കും തിരിയാൻ പറ്റില്ല. സത്യത്തെ സത്യമായി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. തിന്മയിലേക്ക് അവൻ പോവില്ല. പക്ഷേ ഇബ്ലീസാണ് അവന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവൻ ചെയ്യുന്നത് മുഴുവനും തെറ്റാണ്. അവൻ കാണുന്നത് മുഴുവനും ഹറാമാണ്. അവൻ നടന്നു പോകുന്നത് മുഴുവനും തിന്മയിലേക്കാണ്. നബി മുഹമ്മദ് മുസ്തഫ. വളർന്നു വരുന്ന പുതിയ
തലമുറയുടെ ഹൃദയം മസ്തിഷ്കവും കീഴടക്കാൻ ശത്രുക്കൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ അവരെ മാനസികമായി അടിമകളാക്കി മാറ്റാൻ കഴിയും. ഏറ്റവും നല്ല ആയുധമാണ് അവർ ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസ നയമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ നയം SIR എന്ന വിദ്യാഭ്യാസ PMC എന്ന് പറയുന്ന വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. 1983 ഇവിടെ നടപ്പാക്കി പോകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എത്ര സുന്ദരമാണ്. +2 കഴിഞ്ഞ് 2-3 വർഷം ഡിഗ്രിയും പോയാൽ 18 വയസ്സുകാരനോ 22-23 വയസ്സുകാരനോ സർക്കാർ ജോലി കിട്ടുന്ന സംവിധാനം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ പ്രവണത. പക്ഷെ അതിന്റെ കണക്കൾ കത്തിവെക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം എന്നത് ഇവിടെ ഏതൊരു മനുഷ്യനും പഠനത്തോടൊപ്പം ജോലിയും ചെയ്യാം. അവന് നിർബന്ധിത വിദ്യാഭ്യാസമില്ല. 10ാം ക്ലാസും +2 എല്ലാം എടുത്തു കളഞ്ഞ് അവന് പ്രാഥമിക വിദ്യാഭ്യാസം 3ാം വയസ്സ് മുതൽ കൊടുക്കണമെന്നുള്ള നിയമമാണ് വരാൻ പോകുന്നത്. 3 വയസ്സിൽ ഒരിക്കലും ഒരു കുട്ടിയെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർക്കരുതെന്നാണ്. അവൻ വീട്ടിൽ നിന്നും പഠിക്കേണ്ട കുറെ അറിവുകളുണ്ട്. ആ അറിവുകൾ എന്ന് പറഞ്ഞാൽ അവ്വലു ഉസ്താദും അവ്വലുഹു എന്നാണ്. ഒരു കുട്ടിയുടെ ആദ്യത്തെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉമ്മുഹു, അതവന്റെ ഉമ്മയാണ്. ആ ഉമ്മയിൽ നിന്നും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ അവൻ പഠിക്കണമെങ്കിൽ ഒരു 5 വയസ്സ് വരെ ഉമ്മയുടെ ലാളനയിൽ ഇങ്ങനെ കഴിയണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. 7 വയസ്സായ കുട്ടികളോട് നിന്റെ മാതാപിതാക്കൾ ആ കുട്ടിയോടൊപ്പം എന്താണ് കളികളിൽ ഏർപ്പെടുത്തേ, വിദ്യാന്താണ് വിനോദങ്ങളിൽ. മക്കളെ നല്ല അധികവും 7 വയസ്സാകുമ്പോൾ നിങ്ങൾ അവർക്ക് അതവ് പഠിപ്പിക്കണം, അച്ചടക്കം പഠിപ്പിക്കണം, അവരോടൊപ്പം കളിക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണമെന്നാണ് ഇസ്ലാമിന്റെ ശാസനമാകും. 7 വയസ്സിലാണ്. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, ആ കുട്ടികളോട് നിങ്ങൾ കൽപ്പിക്കേണ്ടത് 7 വയസ്സിലാണ്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവന് തല്ലേണ്ടത് 10 വയസ്സിലാണ്. 8 വയസ്സിലും 9 വയസ്സിലും നിസ്കരിച്ചില്ലെങ്കിലോ നോമ്പനുഷ്ഠിച്ചില്ലെങ്കിലോ അവനെ തല്ലാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ കടക്കല കത്തിവെക്കുന്നു. 3 വയസ്സാകുമ്പോൾ നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണം. സംസ്കാരങ്ങളാണ് എന്റെയും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നടന്നു വരുന്നത്. 3 വയസ്സാവാൻ നോക്കിയിരിക്കും അവന് അക്ഷരം എഴുതിച്ച് അലിപ്പെഴുതിച്ച് അടുത്തുള്ള അംഗൻവാടിയിലോ ഡോക്ടറിലോ കൊണ്ടുപോയി എന്ന അവസ്ഥയാണ്. മാതാപിതാക്കൾ ജോലിക്കാരാണ്. 3 വയസ്സ് മുതൽ ആ ഉമ്മയുടെ ലാളന മര്യാദ കാപ്പിച്ചിരി കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരാൻ വേണ്ടിയാണ് 5 വയസ്സ് പൂർത്തിയായ കുട്ടികളെ നിങ്ങൾ മദ്രസയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇങ്ങനെ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അറബി ഭാഷ എടുത്ത് കളയുന്നതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ തുടർന്നു വന്നിരുന്ന പാശ്ചാത്യ അറന്താണ് പുരാതന ഇന്ത്യ രാജ്യത്തിന്റെ പൗരാണിക കാലം മുതൽ ഉപയോഗിച്ചു വന്ന ഭാഷകളാണ് അറബി ഭാഷ, ഉറുദു ഭാഷ. അറബി ലാംഗ്വേജ് തന്നെ എടുത്തു കളയുന്നതാണ്. ഉറുദുവും അതിന്റെ കൂടെ തന്നെ പോകുന്നതാണ്. എടുത്തു കളഞ്ഞാൽ ഇന്ത്യ രാജ്യത്തുള്ള പല കോടതിയിലെ പല പേരുകൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. ഇന്ത്യൻ ജനത വിദ്യാഭ്യാസത്തിലൂടെ മാനസികമായി കീഴടക്കാൻ ശ്രമിച്ച ഒരാളാണ് മക്കാളെ പ്രഭു എന്ന് പറയുന്ന ഒരാൾ. അതുവരെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ചു നിന്നത് മുസ്ലിങ്ങളായിരുന്നു. ഭരണഭാഷ പാർസിയായിരുന്നു. ഇന്ത്യയിലെ സാഹിത്യഭാഷ ഉറുദു ആയിരുന്നു. അതിന്റെ സ്വാധീനത്തിലാണ് അറബി വാക്കുകൾ കോടതി വ്യവഹാരങ്ങളിൽ കൂടുതലായി ഉണ്ടായത്. വക്കീൽ എന്ന് പറയുന്ന ഭാഷ അറബിയാണ്. വക്കീൽ, അതുപോലെ മുൻസിഫ്, മഹസർ, അദാലത്ത് ഇതെല്ലാം അറബിയിൽ നിന്നും എന്താണ് പിഴുതെടുത്ത വാക്കുകളാണ്. സാംസ്കാരികമായ അടിമത്തമാണ് ഏറ്റവും വലിയ അടിമത്തം. അതിനുള്ള പരിശ്രമങ്ങൾ എന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് തുടങ്ങിയതല്ല.
1835 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ തോമസ് മക്കാളയുടെ മിനിറ്റ് ഓൺ ഇന്ത്യ എഡ്യൂക്കേഷൻ വരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അവിടെ നടപ്പിലാക്കിയത്. അങ്ങനെ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് സുന്ദരമായ ഒരു വിദ്യാഭ്യാസ നയമുണ്ടായി. ഇവിടെ എല്ലാ ജനങ്ങൾക്കും അഭിമാന പുരസ്സരം നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. പക്ഷേ PM ശ്രീയിലൂടെ അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ സംസ്ഥാന ഫാസിസ്റ്റുകളുടെ അജണ്ടകളാണ്. ഇവിടുത്തെ ഓരോ കുഞ്ഞിനും അവരെ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ തനിയാവർത്തനമാണ് ബഹുസ്വരത തകർക്കുക എന്നതും മതേതരം തകർക്കുക, ഏകമതം മതി എന്നാണ് അവരുടെ അഭിപ്രായം. സൗഹൃദം തകർത്തിട്ട് വിദ്വേഷം നടത്തുക, ബഹുഭാഷയ്ക്ക് പകരം ഒരു ഭാഷ, ഇങ്ങനെയുള്ള ഒരു പുതിയ രാജ്യത്തിന് വേണ്ടി അവർ ഓരോ നിയമങ്ങളും ചട്ടക്കൂടുകളും ഇവിടെ വളരെ ദീർഘപ്പെട്ട് കൊണ്ടുവന്ന് നടപ്പിലാക്കുകയാണ്. അതിലെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ 300ഓളം വരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുന്തൂണായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ വെട്ടിക്കളഞ്ഞിട്ട് അധികമായിട്ടില്ല. ഇന്ത്യ രാജ്യത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ മുസ്ലിമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളുടെയും പേരുകൾ മാറ്റിയിട്ട് പലതരം അവർക്ക് ഇഷ്ടമുള്ള പേരുകൾ മാറ്റിയത് പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ്. ഇന്ത്യ രാജ്യത്ത് അറിയപ്പെട്ട ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് ഫിറോസ് ഷാ കോട്ല എന്ന് പറയുന്ന ഡൽഹിയിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമായിരുന്നു ഫിറോസ് ഷാ കോട്ല എന്ന് പറഞ്ഞാൽ. അതെല്ലാം അവർ മാറ്റിയിട്ട് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാക്കിയെന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി എന്തെല്ലാം സംഭവങ്ങളുണ്ടോ, എന്തെല്ലാം ചിഹ്നങ്ങളുണ്ടോ, എന്തെല്ലാം അടയാളങ്ങളുണ്ടോ, അവകളെല്ലാം കാണുമ്പോൾ അവർക്ക് പുച്ഛമാണ്, അതെല്ലാം കാണുമ്പോൾ അവർക്ക് വെരുകലാണ്, അതെല്ലാം കാണുമ്പോൾ അവർക്ക് വിദ്വേഷമാണ്. ഒരു തുണ്ട് നഷ്ടം, ഒരു തുണ്ട് തുണി, ഒരു പിഞ്ചോമനയായ 15 വയസ്സിനകത്ത് പ്രായമുള്ള പൊന്നുമോള് തലയിലിട്ടുകൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ ഫാസിസ്റ്റ് ശക്തികളുടെ ഹൃദയം ഇടിപ്പാണ്. അവർക്ക് ബേജാറാണ്, അവർക്ക് പ്രയാസമാണ്. ഇന്ത്യ രാജ്യത്തെന്നല്ല, ലോകത്ത് നിന്ന് മുസൽമാന്റെ ഐഡന്റിറ്റി ഉണ്ടല്ലോ, ഒരൊറ്റ മനുഷ്യനും തട്ടിയാൻ സാധ്യമല്ല. ഇത് അല്ലാഹുവിന്റെ മതമാണ്. അല്ലാഹു സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. ഖുർആന്റെ അധ്യാപനമാണ്. അല്ലാഹു സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നീയാണ് പരമോന്നതൻ, നിങ്ങളാണ് പരമോന്നതർ. എപ്പോഴാണ് നിങ്ങൾ 100 ക്യാരറ്റ് മുസ്ലിം ആവണേ, നിങ്ങൾ 22 ക്യാരറ്റ് മുസ്ലിം ആവണേ. കലർപ്പില്ലാത്ത ഈമാൻ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ ലോകത്തെ ഏതേത് ശക്തികൾ വന്നാലും ഏതേത് ഫെസിലിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീനെന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകത്തുള്ള ഏതൊരു വിശ്വാസിയുടെയും ഈമാനിനെ തകർക്കാൻ ശ്രമിച്ചാൽ അത് വളർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതിന്റെ മുനയൊടിക്കാൻ സാധിക്കാത്തതാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള ഈമാനുണ്ടല്ലോ, അത് എനിക്കും എന്റെ റബ്ബിനോ നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബിന്റെ യജമാനായ റബ്ബിനും മാത്രം അറിയുന്ന ശക്തിയാണ്. ആ ശക്തിയിൽ ഒരു പരിപൂർണേൽപ്പിക്കാൻ ഒരു ശക്തിക്കും ഇവിടെ സാധ്യമല്ല. 7 വർഷക്കാലം രോഗം വന്നപ്പോ അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയൊക്കെ പോയി. രോഗം വന്ന് ശരീരമാ സകലം ജീർണിച്ചപ്പോ കുടുംബക്കാരും പോയി. എല്ലാ മാതാപിതാക്കളും ഉണ്ടായിരുന്ന പ്രജകളെല്ലാവരും നാട് വിട്ടു ഓടി ഒളിച്ചു. അയ്യൂബ് നബിയുടെ രോഗം അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു. ഒരു മനുഷ്യനോടും അയ്യൂബ് നബി ഒരു പരാതി പറഞ്ഞില്ല. ഒരു മനുഷ്യനോടും അയ്യൂബ് നബി ഒരു പരാതി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എന്താണ്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു, അല്ലാഹുവേ ഞാൻ സന്തോഷവാനാണ്, ഏറ്റവും വലിയ രോഗത്തിന്റെ
ഇരിക്കുമ്പോ അയ്യൂബ് നബി ദുആ ചെയ്തു, പടച്ചവനെ ഞാൻ സന്തോഷവാനാണ്. വഖാല യസീദ് ഇബ്നു മൈസറ ലമ്മ ബത്തലല്ലാഹു അയ്യൂബ അലൈഹിസ്സലാം ബിദഹാബിൽ അഹ്ലി വൽ മാലി വൽ വലദി, അദ്ദേഹത്തിന്റെ കുടുംബം പോയി, സമ്പത്ത് പോയി, മക്കള് പോയി, ഇങ്ങനെയുള്ള ഒരു രോഗം കൊണ്ട് ഇബ്രാഹിം നബി അല്ലാഹു പരീക്ഷിച്ചപ്പോൾ ഒന്നും ശേഷിച്ചില്ല. എല്ലാ ജനങ്ങളിട്ട് അറിഞ്ഞുകൊണ്ട് പോയി. കൂടപ്പറമ്പും മക്കളും രാജാധികാരും പദവിയും എല്ലാം പോയി. ഒരു കാര്യം മാത്രം ശേഷിച്ചു, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക എന്നുള്ള ഒരു കാര്യമല്ലാത്ത എല്ലാം വിട്ടറിഞ്ഞു പോയി. അയ്യൂബ് നബി ദുആ ചെയ്തു, അല്ലാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, എല്ലാവരെയും പരിപാലിക്കുന്ന യജമാനനായ റബ്ബേ, നിന്നെ ഞാൻ എന്താണ് സ്തുതിക്കുന്നു റബ്ബേ. അല്ലദീ അഹ്സൻത ഇലയ്യ അഅതൈതനീ അൽ മാല വൽ വലദ, എനിക്ക് നീ സമ്പത്ത് തന്നില്ലേ, എനിക്ക് മുതൽ തന്നില്ലേ, അതിന് ഞാൻ നിന്നോട് അത് അഴുത്തഴുത്തനി എനിക്ക് നീ തന്നതാണ്. പക്ഷെ എന്റെ രോഗം വന്നപ്പോ അതെല്ലാം എന്നിൽ നിന്ന് പോയി. ഫലം യബ്ഖമിൻ ഖൽബി ശുബത, എന്റെ ഹൃദയത്തിൽ നിന്നോടുള്ള വിശ്വാസമല്ലാതെ, ഈമാനല്ലാതെ എന്നിലൊന്നുമില്ല. ഇല്ലാ ഖദ് ദഖലഹു ദാലിക ഫഖത്തു ദാലിക കുല്ലഹു മിന്നീ, ഒരു കാലത്ത് നീ എനിക്ക് തന്നത് മുഴുവനും രോഗം വന്നപ്പോൾ ഇട്ടറിഞ്ഞു പോയപ്പോൾ എന്റെ നാവിലുണ്ടാകുന്ന അയ്യൂബ് നബീനെ ഒരു പ്രവാചകനാണല്ലോ. അല്ലാഹു തആല പരീക്ഷിച്ചപ്പോ അതെല്ലാം പൂച്ചെണ്ടുകൾ പോലെ ഈ അയ്യൂബ് നബി സ്വീകരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഇബ്ലീസ് രണ്ടാളെ പറഞ്ഞു വിട്ടു. ഒരാളുടെ കയ്യില് മദ്യവും മറ്റൊരാളുടെ കയ്യില് ഹറാമായ ഭക്ഷണവും കൊടുത്തു. അയ്യൂബേ, നിന്റെ കുടുംബത്തിൽ ആരുമില്ലല്ലോ, ആരുമില്ല, മക്കളുമില്ല, ഭാര്യയില്ല, ആരുമില്ല, എന്നാ ഈ പാനി അങ്ങോട്ട് കുടിച്ചോ മോനെ. ഇബ്ലീസ് ആട്ടി ഓടിച്ചു. കള്ളാണെന്ന് മനസ്സിലായി. ഇബ്ലീസ് എന്ത് ചെയ്തു? എന്താണ് ഇബ്ലീസിനെ അയ്യൂബ് നബി ആട്ടി ഓടിച്ചു. ഒരു മനുഷ്യൻ വന്നത് കള്ളായിട്ടാ ഇബ്ലീസിനെ അയ്യൂബ് നബിയുടെ. മറ്റേ മനുഷ്യന് ഹറാമായ ഭക്ഷണമായിട്ട് വന്നു. കാരണം ഒന്നുമില്ല, കഴിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അയ്യൂബ് നബിയെ വശീകരിച്ച് വശത്താക്കാമെന്ന് വിചാരിച്ചാണ് ഇവര് വരുന്നത്. രണ്ടുപേരെയും അയ്യൂബ് നബി ആട്ടി പുറത്താക്കി ഓടിച്ചു കളഞ്ഞു. എന്നിട്ടോ ഇബ്ലീസ് പറഞ്ഞു, എന്റെ കാര്യത്തില് സാക്ഷാൽ ഇബ്ലീസിന് ഭയങ്കര അസൂയയാണ്. ഇത്രയെല്ലാം സഹിക്കേണ്ടി വന്നൊരു പ്രവാചകൻ ചിലപ്പോൾ ഒരുപക്ഷെ ലോകത്തുണ്ടാവില്ല. ആ അവസരത്തിൽ ഞാൻ എന്റെ റബ്ബിന്റെ അചഞ്ചലമായ വിശ്വാസവും ദിക്റും ഞാൻ കൈവിട്ടില്ല എന്നതാണെന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പ്രതിസന്ധികളാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാൻ വകയില്ലാത്ത വിധമുള്ള പ്രയാസത്തിലേക്കാണ് ഇവിടുത്തെ PMCയിലൂടെ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇവിടെ അവരുദ്ദേശിക്കുന്നത്. മാത്രമല്ല, വോട്ടർ പട്ടിക SIR എന്ന് പറയുന്ന ഈ വോട്ടർ പട്ടിക ഏതൊരു വില കൊടുക്കും ഈ നാട്ടിലെ പാർട്ടി ലെവലിലോ അല്ലാതെയോ സംഘടനാ ലെവലിലോ മതപരമായോ വിങ്ങുകൾ അതിനു വേണ്ടി ഇരുന്ന് ഈ നാട്ടിൽ ഓരോ പൗരന്റെയും വോട്ട് അതിനകത്ത് ഉണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തി അതിന്റെ അപേക്ഷകൾ കൃത്യമായി പൂരിപ്പിച്ചു കൊടുക്കണമെന്ന് വളരെ സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. നവംബർ 4 നിങ്ങളുടെ വീടുകളിലൂടെ വരുമ്പോൾ അവർ ചോദിക്കുന്ന 2002 വോട്ടർ പട്ടികയിലും 2025 വോട്ടർ പട്ടികയിലും നിങ്ങളുടെ പേരുകളുണ്ടോ എന്ന് നോക്കുമ്പോ അവര് പറയുന്ന 11ഓളം രേഖകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ഏതെങ്കിലും വിധത്തിലുള്ള പേരുകൾ മാറിക്കിടക്കുന്നുണ്ടെങ്കിലോ ആധാരത്തിലോ അല്ലെങ്കിൽ മുന്നാധാരത്തിലോ നമ്മുടെ ഏതെങ്കിലും രേഖകളിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് വേണ്ട എന്തെങ്കിലും പേര് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അവകളെല്ലാം ശരിയാക്കി എല്ലാം ഒരേ രൂപത്തിലാക്കി നിങ്ങൾ സജ്ജമായി ഇരിക്കണമെന്ന് സാന്ദർഭികമായി മഹൽ നിവാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ ആ സമയം വന്നു കഴിഞ്ഞാൽ വിങ്ങുകളായി ഓരോ വീട്ടിലെയും 18 വയസ്സ് തികഞ്ഞ ഓരോരുത്തർക്കും കൃത്യമായ രേഖകൾ ഉണ്ടെന്ന് കാണിച്ച് വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റാൻ ശ്രമിച്ചില്ല എങ്കിൽ
ആസാമിലും ബീഹാറിലും ദശലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളാണ് വോട്ടില്ലാതെ അവകാശമില്ലാതെ ഇന്ത്യ രാജ്യത്ത് തന്നെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടത്തെ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി കണ്ടില്ലേ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞ മറുപടിയാണത്. ആധാർ കാർഡ് ഒരിക്കലും നിങ്ങളുടെ വോട്ടർ ഐ ഡി തെളിയിക്കേണ്ട രേഖയല്ല, അത് പൗരത്വം തെളിയിക്കേണ്ട രേഖയല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി സജ്ജമായി തന്നെ ഒരുങ്ങി, നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിലില്ലാത്ത അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ അവരുടെ എല്ലാ രേഖകളും അവർക്ക് സജ്ജീകരിച്ചെന്നാണ് കൊടുക്കാൻ പാകത്തിന് റെഡിയാക്കി നമ്മൾ എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക. മാറാവട്ടെ. വന്ന ആൾക്കാർ ഇങ്ങോട്ട് കയറിയിരിക്കുക. ആളുകൾ വളരെ കുറവാണ്. സ്ഥലം വാങ്ങുന്നതിലേക്ക് ദുആ ചെയ്യാൻ ഗൾഫിലുള്ള ഒരു സഹോദരൻ പുറം മാലിന്യ വ്യക്തിയാണ്. 25,000 രൂപ. ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് 15,000 രൂപ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടിയും ഹലാലായ മുറാദുകൾ മനസ്സിലാവുന്നതിന് വേണ്ടിയും സ്ഥലം വാങ്ങുന്നതിലേക്ക് 5,000 രൂപ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 5,000. മറ്റൊരു സഹോദരൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് ദുആ ചെയ്യാൻ 10,000. സഹോദരൻ ദുആ ചെയ്യാൻ 313. ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 100 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പള്ളിയിലേക്ക് ഒരു സഹോദരൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ സ്വലാത്ത് മജ്‌ലിസ് വരുന്ന ഞായറാഴ്ചയാണ്, ഈ വരുന്ന ഞായറാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. സ്ഥലം വാങ്ങുന്നതിലേക്ക് വിദേശത്തുള്ള ഒരു സഹോദരൻ, അദ്ദേഹം പുറം മഹല്ലുകാരനാണ്. 25,000 രൂപ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ, കുടുംബജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനേ. ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാം. സ്ഥലത്തിലേക്ക് 15,000 രൂപ സ്വീകരിക്കണേ അല്ലാ. എന്തെന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ. കാരുണ്യവാനായ കരുണാനിധിയായ കരുണാവാരിധിയായ റഹ്മാനേ, എല്ലാ രോഗങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കീറിമുറിക്കുന്ന അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിലച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ഹലാലായ